ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എലത്തൂരിലെ ഇന്ധന ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രാധാന്യം നൽകുന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്കെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. വയനാട് ദുരന്തത്തിന്റെ യഥാർത്ഥ കണക്കുകൾ കള്ളക്കണക്കാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. രാഷ്ട്രനേത്രം എന്ന കവിതാ സമാഹാരത്തിലെ കവിതകൾ മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത ഉദാഹരണമാണെന്ന് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഭിന്നശേഷിക്കാരെ സഹായിക്കുകയെന്നത് ഔദാര്യമല്ലെന്നും അവരുടെ അവകാശമാണെന്നും മേയർ ബീന ഫിലിപ്പ്. മരണാനന്തരം അവയവദാനത്തിന് രജിസ്റ്റർ ചെയ്ത് മാതൃകയായി ട്രാൻസ്ജെൻഡർ ദീപ റാണി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. എലത്തൂരിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡിന്റെ ഡിപ്പോയിലുണ്ടായ ഇന്ധന ചോർച്ചയുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രാധാന്യം നൽകുന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്കാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഡിപ്പോ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ധന ചോർച്ചയുണ്ടായ എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഗോഡൌൺ മന്ത്രി എ കെ ശശീന്ദ്രൻ സന്ദർശിച്ചു. ഇന്ധനം പടർന്ന ജലാശയങ്ങൾ വൃത്തിയാക്കാനും സംഭവം ഇനിയും ആവർത്തിക്കാതിരിക്കാനുമുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇതിനായി ഈ മേഖലയിലെ വിദഗ്ധർ അടങ്ങുന്ന സംഘത്തെ പരിശോധനയ്ക്കായി നിയോഗിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഡിപ്പോയുടെ പ്രവർത്തനം സംബന്ധിച്ച കാര്യങ്ങൾ സുരക്ഷിതവും സുതാര്യവുമാക്കാൻ സ്ഥാപന അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജലാശയങ്ങൾ ശുചിയാക്കുന്ന പ്രവർത്തികൾ രാത്രിയോടെ ആരംഭിച്ചു. മലിനീകരണത്തിന്റെ വ്യാപ്തി പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഫാക്ടറീസ് ആക്ടിലെ 92, 96 വകുപ്പുകൾ പ്രകാരം സ്ഥാപനത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്ഥാപനത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. മലിനീകരണ നിയന്ത്രണ നിയമം, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നിവ പ്രകാരം കേസെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ADM NM മെഹറലി, ദുരന്ത നിവാരണം ഡെപ്യൂട്ടി കളക്ടർ E അനിതകുമാരി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അനലിസ്റ്റ് അശ്വതി, തഹസിൽദാർ പ്രേംലാൽ, വില്ലേജ് ഓഫീസർ ജിജി, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ OP ഷിജിന എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയനാട് ദുരന്തത്തിന്റെ യഥാർത്ഥ ചിത്രവും കണക്കുകളും കള്ളക്കണക്കാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. LDF ജില്ലാ കമ്മിറ്റിയുടെ ആദായനികുതി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിനോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് എന്താ ഇന്ത്യയിലല്ലേ എന്ന പേരിൽ ആദായനികുതി ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് പ്രവർത്തകർ മാനാഞ്ചിറ ആദായനികുതി ഓഫീസിനു മുന്നിൽ പ്രതിഷേധിച്ചതോടെ ഇതുവഴി ഗതാഗതം തടസ്സപ്പെട്ടു. ഉപരോധം RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു ദുരന്തത്തിന്റെ യഥാർത്ഥ ചിത്രവും കണക്കും സംസ്ഥാനം കേന്ദ്രത്തിന് സമർപ്പിക്കുമ്പോൾ അത് കള്ളക്കണക്കാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. BJPക്ക് കേരളത്തിൽ വേരോട്ടമുണ്ടാക്കാൻ സാധിക്കാത്തതിന്റെ രാഷ്ട്രീയ പകപോക്കലാണ് കേരളത്തിന് മാത്രം കേന്ദ്രം പുനരധിവാസ ഫണ്ട് അനുവദിക്കാത്തത്. ന്യായമായി ലഭിക്കേണ്ട സഹായം പോലും അനുവദിക്കാൻ കേന്ദ്രം വിമുഖത കാണിക്കുന്നതായി ശ്രേയാംസ് കുമാർ പറഞ്ഞു. കേരളത്തിൽ ഈ നിലനിർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനം നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിന് ചുക്കാൻ പിടിക്കുന്ന ഇടതുപക്ഷ മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് വിലയം ഉറപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ സാധിക്കുന്നില്ല. ആ രാഷ്ട്രീയ പകപോക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വയനാട്ടിലെ ഈ ദുരിതബാധിത പ്രദേശത്ത് മരിച്ചവരുടെ കുടുംബങ്ങൾ, എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, എല്ലാ ജീവനോപാധി നഷ്ടപ്പെട്ടവർ,
അവരെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. അതിനെല്ലാം സഹായകരമാകേണ്ട നിലപാട് സ്വീകരിക്കേണ്ട കേന്ദ്ര സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. CPI ജില്ലാ സെക്രട്ടറി കെ ബാലൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി പി മോഹനൻ, LDF കൺവീനർ മുക്കം മുഹമ്മദ്, CPI സംസ്ഥാന കമ്മിറ്റി അംഗം TV ബാലൻ, NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു, മുസ്തഫ കടമ്പാടൻ, TM ജോസഫ്, കെ അബ്ദുള്ള, അബ്ദുൾ അസീസ്, സാലി കൂടത്തായി, TT റഫീഖ്, ശോഭ അബൂബക്കർ, P നിഖിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാഷ്ട്രനേത്രം എന്ന സമാഹാരത്തിലെ കവിതകൾ മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത ഉദാഹരണങ്ങളാണെന്ന് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നിന്നും BJPയുടെ നിർദ്ദേശക സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത കൂടിയായ ശ്രീമതി ശോഭ സുരേന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കവിതകളുടെ മലയാള പരിഭാഷയുടെ സമാഹാരം രാഷ്ട്രനേത്രം കവി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രന് നൽകി പ്രകാശനം ചെയ്തു. ഹൃദയസ്പർശിയായ ഈ കവിതകൾ മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത ഉദാഹരണമാണെന്ന് കൈതപ്രം പറഞ്ഞു. ഞാൻ ഇവിടെ വരുന്നത് ലോകം മുഴുവൻ ആരാധിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ എന്റെ മോദിജിയുടെ കവിത ആണ് എന്നുള്ള അത്രയും ആത്മാഭിമാനത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അതായത് ഇതൊരു സാധാരണ സദസ്സല്ല, ഒരു സാധാരണ കവിതയല്ല, ഒരു സാധാരണ വേദിയുമല്ല. അത്രയും ഗൗരവം നമ്മൾ ഇത് കൊടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മളെന്താ എന്ത് മലയാള. രാഷ്ട്രീയത്തിനപ്പുറമാണ് ഈ കവിതകളുടെ പ്രമേയമെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. സാധാരണ അങ്ങനെയാണല്ലോ കലാകാരന്മാർ എന്ന് പറയുന്നത്. കല എപ്പോഴും സമൂഹത്തിന് മുന്നിലേക്ക് വരുന്നത് മറച്ചുവെക്കലുകളില്ലാതെയാണ്. നല്ല നല്ല ചിന്തകൾ, അവരുടെ മനസ്സിനകത്തുള്ള നൈർമല്യങ്ങൾ, അവർ ഏത് രീതിയിലാണോ സമൂഹത്തെ നോക്കിക്കാണുന്നത് അതിന് ഒരുപക്ഷെ കൂടുതൽ ആലങ്കാരികത ഉണ്ടാകും, ചിലപ്പോൾ വർണ്ണക്കൂടുതൽ ഉണ്ടാകും, ചിലപ്പോൾ വൃത്തം കൂടുതൽ ഉണ്ടാകും, അലങ്കാരം ഉണ്ടാകും. അങ്ങനെയൊക്കെ ആയിരിക്കും കവിതകളും അതല്ലെങ്കിൽ നോവലുകളും കഥാസൃഷ്ടികളും ഒക്കെ നമ്മുടെ മുന്നിൽ രൂപം കൊള്ളുന്നത്. വത്സൻ നെല്ലിക്കോട് അധ്യക്ഷത വഹിച്ചു. കൈതപ്രവും ദീപാങ്കുരനും ആലപിച്ചു. ഡോക്ടർ C ശ്രീകുമാർ, സായ് പ്രഭ, BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ, സുമ പള്ളിപ്രം, അജിത, TK സുധാകരൻ, ബാലചന്ദ്രൻ പുതുക്കുടി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭിന്നശേഷിക്കാരെ സഹായിക്കുക എന്നത് ഔദാര്യമല്ലെന്നും അവരുടെ അവകാശമാണെന്നും മേയർ ബീന ഫിലിപ്പ് ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും മാധ്യമങ്ങളും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. ഭിന്നശേഷിക്കാരെ സഹായിക്കുക എന്നത് ഔദാര്യമല്ലെന്നും അവരുടെ അവകാശമാണെന്നും മേയർ ബീന ഫിലിപ്പ് ഭിന്നശേഷിക്കാർക്കായി നടത്തുന്ന സംസ്ഥാനതല സ്പെഷ്യൽ ഒളിമ്പിക്സ് കായികമേളയുടെ ഭാഗമായി കാലിക്കറ്റ് പ്രസ് ക്ലബ്ബും സ്പെഷ്യൽ ഒളിമ്പിക്സ് സംഘാടക സമിതിയും ചേർന്ന് ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. സാമൂഹിക ശ്രദ്ധ ആവശ്യമായ മേഖലകളെ തിരിച്ചറിഞ്ഞ് അവരെക്കുറിച്ച് ലോകത്തെ അറിയിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയണമെന്നും മേയർ പറഞ്ഞു. ഈ വർഷം മൊത്തത്തിൽ കോഴിക്കോട് ഉണർവാണ്. പ്രത്യേകിച്ച് എന്തിൻ്റെ കാര്യത്തിൽ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളെ അല്ലെങ്കിൽ സ്പെഷ്യലി ചാലഞ്ച്ഡ് ആൻഡ് സ്പെഷ്യലി ഏബിൾഡ് വിശിഷ്ട കഴിവുകളുള്ളവരെ കൂട്ടിച്ചേർത്ത് പിടിക്കുന്നതിൽ കോഴിക്കോട് നഗരം, കോഴിക്കോട് ജില്ല ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഈ വർഷമാണ്. നമ്മളെല്ലാം അതിനെ സ്വാഗതം ചെയ്യാണ്. ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അതിൽ ഏറ്റവും മഹത്തരമായതാണ് നമുക്ക് ഈ മാസം അവസാനത്ത് നടക്കാൻ പോകുന്ന ഈ ഒരു സ്പെഷ്യൽ ഒളിമ്പിക്സ്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ P ദിവാകരൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. വിവിധ സെഷനുകളിൽ സ്പെഷ്യൽ ഒളിമ്പിക്സ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MK ജയരാജ്, മാധ്യമപ്രവർത്തകൻ കമാൽ വരദൂർ, സ്പെഷ്യൽ ഒളിമ്പിക്സ് കേരള ഡയറക്ടർ ഫാദർ റോയ് കണ്ണൻചിറ എന്നിവർ ക്ലാസ് എടുത്തു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി PK സജിത്ത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡയറക്ടർ VE ബാലകൃഷ്ണൻ, സ്പെഷ്യൽ ഒളിമ്പിക്സ് ജില്ലാ കോർഡിനേറ്റർ PKM സിറാജ്, ULCCS ഫൗണ്ടേഷൻ മാനേജർ A അഭിലാഷ് ശങ്കർ, പ്രൊജക്ട് ഡെവലപ്മെന്റ് ഓഫീസർ M മൻസൂർ എന്നിവർ പ്രസംഗിച്ചു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് ഫോർ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷനിലൂടെ മരണാനന്തരം അവയവദാനത്തിന് രജിസ്റ്റർ ചെയ്ത് മാതൃകയായി ട്രാൻസ്ജെൻഡർ ദീപ റാണി. കാലിക്കറ്റ് പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ കേസ് ഓട്ടോ അഭിനന്ദന കത്ത് ഡോക്ടർ ജയകുമാർ EK കൈമാറി. ഈ കാലഘട്ടത്തിൽ സാധാരണ വ്യക്തികൾ പോലും അവയവദാനത്തെക്കുറിച്ച് ചിന്തിക്കാത്ത സാഹചര്യത്തിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നും ദീപ റാണി എന്ന വ്യക്തി അവയവദാനത്തിനായി മുന്നോട്ട് വന്നത് അഭിനന്ദനാർഹമാണെന്ന് മൃതസഞ്ജീവിനി നോർത്ത് സോൺ നോഡൽ ഓഫീസർ ഡോക്ടർ ജയകുമാർ പറഞ്ഞു. നമ്മളിപ്പോ ഒരാള് ഇത് മസ്തിഷ്കമരണം സംബന്ധിച്ച് അവയവം കൊടുക്കാന്ന് നമുക്കൊരു കൺസെന്റ് ഉണ്ടെങ്കിലും ഈ മസ്തിഷ്കമരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ് ആണ് ആ ബോഡിയുടെ ഓണറായിട്ട് വരുന്നത്. അപ്പൊ അവരുടെ സമ്മതമാണ് ഏറ്റവും പ്രധാനം. കോഴിക്കോട് തൊണ്ടയാട് താമസിക്കുന്ന ദീപാറാണി മോഡലും ആക്ടറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമാണ്. 2019 ഞാനിങ്ങനെ ഇതിനെക്കുറിച്ചൊരു പത്രത്തിലാണെന്നൊരു വാർത്ത വന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും 2012 കേരള സർക്കാർ ആരംഭിച്ച മസ്തിഷ്ക മരണാനന്തര പദ്ധതിയാണ് മൃതസഞ്ജീവിനി. കേരള സ്റ്റേറ്റ് ഫോർ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി ഇപ്പോൾ നടന്നുവരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മൂന്നാമത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സ്കൂൾ വിഭാഗത്തിൽ മേമുണ്ട HSS ടീമും കോളേജ് വിഭാഗത്തിൽ മണാശ്ശേരി MAMO കോളേജ് ടീമും ജേതാക്കളായി. ഇന്ത്യയുടെ മാപ്പ് രൂപപ്പെടുത്തി നല്ലൊരു കേസാണ്, പക്ഷെ ശരിയല്ല. ഇന്ത്യ സന്ദർശിച്ച മലപ്പുറം, വയനാട് ജില്ലകളെ ഉൾപ്പെടുത്തി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. സ്കൂൾ വിഭാഗത്തിൽ മേമുണ്ട HSSഉം നന്മണ്ട HSSഉം മേപ്പയിൽ ഗവൺമെന്റ് സാൻസ്ക്രിറ്റ് HSSഉം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. കോളേജ് വിഭാഗത്തിൽ മണാശ്ശേരി MOMO കോളേജ് 1ാം സ്ഥാനവും സെന്റ് ജോസഫ് ദേവഗിരി കോളേജ് 2ാം സ്ഥാനവും മലപ്പുറം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സെന്റർ 3ാം സ്ഥാനവും നേടി. മേഖലാ തലത്തിൽ വിജയിച്ച ടീമുകൾ സെമി ഫൈനലിൽ മത്സരിക്കാനുള്ള അർഹതയാണ് നേടിയത്. സ്കൂൾ തലത്തിൽ 39 ടീമുകളും കോളേജ് തലത്തിൽ 11 ടീമുകളുമാണ് മേഖലാ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തത്. പരിപാടിയിൽ നിയമസഭാ സെക്രട്ടേറിയറ്റ് അണ്ടർ സെക്രട്ടറി C. സുരേഷൻ ക്വിസ് നയിച്ചു. ഡെപ്യൂട്ടി സെക്രട്ടറി TO റജിയും സന്നിഹിതനായിരുന്നു. കാരപ്പറമ്പ് GHSSൽ നടന്ന പരിപാടി തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അക്ഷരക്കൂട്ടം സിൽവർ ജൂബിലി നോവൽ പുരസ്കാരത്തിന് മനോഹരൻ V. പേരകത്തിന്റെ ഒരു പാകിസ്ഥാനിയുടെ കഥ അർഹമായി. ഡിസംബർ 21 തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അക്ഷരക്കൂട്ടം UAE കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സാഹിത്യ കൂട്ടായ്മയാണ്. അതിന്റെ 25 വർഷം പൂർത്തിയാവുകയാണ് 2025. ഈ അക്ഷരക്കൂട്ടം സിൽവർ ജൂബിലിയുടെ ഈ വർഷത്തെ പുരസ്കാരത്തിന് അർഹതമായിട്ടുള്ളത് മനോഹരൻ V. പേരകം എഴുതിയിട്ടുള്ള ഒരു പാകിസ്ഥാനിയുടെ കഥ എന്ന് പറഞ്ഞ നോവലാണ്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പി നിസാർ ഇബ്രാഹിം രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ് അക്ഷരക്കൂട്ടം സിൽവർ ജൂബിലി നോവൽ പുരസ്കാരം. ഇതോടൊപ്പമുള്ള മികച്ച കവർ ഡിസൈനുള്ള അവാർഡ് സലീം റഹ്മാന് നൽകും.
ഓഗസ്റ്റ് ബുക്സ് പ്രസിദ്ധീകരിച്ച ഹുസൈൻ മുഹമ്മദിന്റെ അകലെ എന്ന നോവലിന്റെ പുറംചട്ടയാണ് പുരസ്കാരത്തിന് അർഹമായത്. ആ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് സലീം റഹ്മാൻ എന്ന ആർട്ടിസ്റ്റിനാണ്. അദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹുസൈൻ മുഹമ്മദിന്റെ അകലെ എന്ന നോവലാണ്. ഓഗസ്റ്റ് പബ്ലിക്കേഷനാണ് അത് പ്രസിദ്ധീകരിച്ചിരുന്നത്. തൃശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ച് ഡിസംബർ 21 നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമർപ്പിക്കും. സാഹിത്യ, സാമൂഹിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ സംബന്ധിക്കുമെന്നും അക്ഷരക്കൂട്ടം സിൽവർ ജൂബിലി കമ്മിറ്റി ചെയർമാൻ ഇ.കെ. ദിനേശൻ, ജൂറി ചെയർമാൻ എം. നന്ദകുമാർ, കൺവീനർ ഫൈസൽ ബാവ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കഴിഞ്ഞ 5 വർഷങ്ങളിൽ മലബാർ മിൽമയുടെ വാർഷിക വിറ്റുവരവിൽ 48% വർധന ഉണ്ടായതായി ചെയർമാൻ KS മണി, MD KC ജെയിംസ് എന്നിവർ പറഞ്ഞു. മലബാർ മേഖലാ യൂണിയന്റെ 2019-2024 കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിവരിക്കുകയായിരുന്നു അവർ. 1069.55 കോടി രൂപയിൽ നിന്ന് 1581.23 കോടിയായി വിറ്റുവരവ് ഉയർന്നു. 2019-20 സാമ്പത്തിക വർഷം മുതൽ 2023-24 സാമ്പത്തിക വർഷം വരെ 5091.7 കോടി രൂപയാണ് മലബാർ മിൽമ പാൽ വിലയായി ക്ഷീര കർഷകർക്ക് ക്ഷീരസംഘങ്ങൾ മുഖേന നൽകിയത്. 2019 868.3 കോടി പാൽവില നൽകിയിരുന്ന സ്ഥാനത്ത് 2024 നൽകുന്നത് 1145.5 കോടി രൂപയാണെന്ന് ചെയർമാൻ പറഞ്ഞു. മിൽമ എന്നുള്ള ബ്രാൻഡില് എവിടെ മിൽമ പ്രോഡക്റ്റ് കിട്ടിയാലും അതിന്റെ സ്വാദും ഗുണവും ഒരേ തരത്തിലായിരിക്കണം. അതാണ് അതിന്റെ ക്രൈറ്റീരിയ. പ്രതിദിന പാൽ സംഭരണത്തിൽ 4.47% വർധന ഉണ്ടായി. പാൽ വിൽപ്പനയിൽ 27.89% വർധന. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെ മികച്ച വിറ്റുവരവും മേഖലാ യൂണിയന് നേടാനായി. നെയ്യ്, തൈര് എന്നീ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് വിപണനത്തിൽ മികച്ച നേട്ടം കൈവരിച്ചത്. 5 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാരിന്റെ ഊർജ്ജ സംരക്ഷണ അവാർഡ് ഉൾപ്പെടെ അംഗീകാരങ്ങൾ ലഭിച്ചു. മിൽമ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത എല്ലായിടത്തും ഉറപ്പാക്കുന്നതിലും മുന്നേറ്റമുണ്ടായി. കാലിത്തീറ്റയ്ക്ക് 25.44 കോടിയും തീറ്റപ്പുല്ല്, ചോളപ്പുല്ല്, സൈലേജ് എന്നിവയ്ക്ക് 22.38 കോടിയുമാണ് 5 വർഷത്തിനിടയിൽ സബ്സിഡി നൽകിയത്. പശുക്കളെ വാങ്ങാൻ പലിശരഹിത വായ്പ ലഭ്യമാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആസ്റ്റർ മിംസിന്റെ നേതൃത്വത്തിൽ സമഗ്ര ജീവൻ രക്ഷാ പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നു. കോഴിക്കോട് ആസ്റ്റർ മിംസിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ചാണ് അഡ്വാൻസ്ഡ് മെഡിക്കൽ സ്റ്റിമുലേഷൻ സെന്റർ ഒരുക്കുന്നതെന്ന് മിംസ് അധികൃതർ പറഞ്ഞു. ആസ്റ്റർ മിംസിന്റെ നേതൃത്വത്തിൽ സമഗ്ര ജീവൻ രക്ഷാ പരിശീലന കേന്ദ്രം പൂർത്തിയാവുന്നു. കോഴിക്കോട് ആസ്റ്റർ മിംസിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ചാണ് അഡ്വാൻസ്ഡ് മെഡിക്കൽ സ്റ്റിമുലേഷൻ സെന്റർ ഒരുക്കുന്നത്. പൊതുജനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും പരിശീലനം നേടാനാകും. ഏത് അടിയന്തര ഘട്ടങ്ങളെയും ശാസ്ത്രീയമായി നേരിടാൻ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച ഉപകരണങ്ങളുടെയും സഹായത്തോടെയുള്ള പരിശീലനമാണ് നൽകുക എന്ന് മിംസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ലുക്മാൻ പൊന്മാടത്ത് പറഞ്ഞു. ഏകദേശം നമ്മളൊരു 5 ലക്ഷത്തോളം ആൾക്കാർ അല്ലെ, അതിന് മേളിലെ ആൾക്കാരെ നമ്മളിപ്പോൾ ഓൾറെഡി ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പല കോളേജുകളിലായിട്ടും സ്കൂളുകളിലായിട്ടും മറ്റ് നമ്മുടെ ഓർഗനൈസേഷൻസിനൊക്കെ ബേസ് ചെയ്തിട്ട്. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങളും റോഡ് അപകടങ്ങളും മറ്റു മെഡിക്കൽ സാഹചര്യങ്ങളും മൂലം കൂടി വരുന്ന മരണനിരക്ക് കുറയ്ക്കുക എന്നതാണ്
പരിശീലനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് എമർജൻസി വിഭാഗം ഡയറക്ടർ ഡോക്ടർ പി വേണുഗോപാലൻ പറഞ്ഞു. ഈ ആക്സസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു കോഴ്സ് എക്സ്ക്ലൂസീവ്ലി ഡിസൈൻ ഫോർ നഴ്സസ് ആൻഡ് പാരാമെഡിക്സ്. നഴ്സസ് ആൻഡ് പാരാമെഡിക്സിന് ഒരു 4 ദിവസം കൊണ്ട് 64 സ്കില്ല് അവരുടെ നഴ്സിംഗ് പ്രൊഫഷനിലും എമർജൻസി കെയറിലും ക്രിട്ടിക്കൽ കെയറിലും ഉപയോഗപ്പെടുന്ന രീതിയിൽ ചെയ്യുന്നതാണ് ഈ ആക്സസ് എന്ന് പറയുന്ന കോഴ്സ്. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ 31 വരെ ഹോസ്പിറ്റലിലെ കാർഡിയോളജി, ഗൈനക്കോളജി, പീഡിയാട്രിക് സർജറി, ഓങ്കോ സർജറി, അസ്ഥിരോഗ വിഭാഗം, ന്യൂറോ സർജറി, ജനറൽ സർജറി, ഗ്യാസ്ട്രോ സർജറി, യൂറോളജി വിഭാഗം, പ്ലാസ്റ്റിക് സർജറി എന്നിവയുടെ നേതൃത്വത്തിൽ സൗജന്യ ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് ആരംഭിച്ചു. ക്യാമ്പിൽ രജിസ്ട്രേഷൻ, കൺസൾട്ടേഷൻ എന്നിവ സൗജന്യം. ലാബ്, റേഡിയോളജി പരിശോധനകൾക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ട്. ശസ്ത്രക്രിയയോ മറ്റു പ്രൊസീജിയറുകളോ ആവശ്യമായവർക്ക് ആസ്റ്റർ മിംസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായത്തോടെ സൗജന്യ നിരക്കിലുള്ള സർജറി പാക്കേജുകളും ലഭ്യമാവും. ചടങ്ങിൽ മിംസ് ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി CMS ഡോക്ടർ നൌഫൽ ബഷീർ, CFO ദീപക് സേവ്യർ തുടങ്ങിയവർ പങ്കെടുത്തു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 7559835000 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദുബായ് KMCC കൊയിലാണ്ടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ബാഫക്കി തങ്ങൾ കർമ്മശ്രേഷ്ഠ പുരസ്കാരം 1 ലക്ഷം രൂപ മുസ്ലിം ലീഗ് നേതാവും മങ്കട മുൻ MLA-യുമായ TA അഹമ്മദ് കബീറിന് ജനുവരി 19 ദുബായിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കുമെന്ന് ഡോക്ടർ MK മുനീർ MLA പറഞ്ഞു. ഈ ദുബായ് KMCC-യിൽ കൊയിലാണ്ടി നിയോജക മണ്ഡലം കമ്മിറ്റിയുണ്ട്. എല്ലാ വർഷവും ഒരു ബാഫക്കി തങ്ങളുടെ പേരിൽ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി വരുന്നുണ്ട്. 2024 വർഷത്തെ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് TA അഹമ്മദ് കബീർ. ദുബായ് KMCC കൊയിലാണ്ടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ബാക്കഫി തങ്ങൾ കർമ്മശ്രേഷ്ഠ പുരസ്കാരമായ 1 ലക്ഷം രൂപ മുസ്ലിം ലീഗ് നേതാവും മങ്കട മുൻ MLA-യുമായ TA അഹമ്മദ് കബീറിന് ജനുവരി 19 ദുബായിൽ ബാക്കഫി തങ്ങൾ അനുസ്മരണ സമ്മേളനത്തിൽ സമ്മാനിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എലത്തൂരിലെ ഇന്ധന ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രാധാന്യം നൽകുന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്കെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വയനാട് ദുരന്തത്തിന്റെ യഥാർത്ഥ കണക്കുകൾ കള്ളക്കണക്കാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. രാഷ്ട്രനേത്രം എന്ന കവിതാ സമാഹാരത്തിലെ കവിതകൾ മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത ഉദാഹരണമാണെന്ന് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഭിന്നശേഷിക്കാരെ സഹായിക്കുക എന്നത് ഔദാര്യമല്ലെന്നും അവരുടെ അവകാശമാണെന്നും മേയർ ബീന ഫിലിപ്പ്. മരണാനന്തരം അവയവദാനത്തിന് രജിസ്റ്റർ ചെയ്ത് മാതൃകയായി ട്രാൻസ്ജെൻഡർ ദീപ റാണി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.